രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ പരാതിയിൽ സംവിധായകൻ ജോഷി ജോസഫിന്റെ മൊഴിയെടുക്കുകയാണ് അന്വേഷണ സംഘം. കൊച്ചിയിൽ നിന്ന് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു. അർജുൻ മട്ടന്നൂർ, ബംഗാളി നടി പരാതിയിൽ ഉറച്ചു നിൽക്കുകയും ആ പരാതിയിൽ അവർ എടുക്കേണ്ട വകുപ്പുകളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിശദമായി തന്നെ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിച്ച ഒരു മെയിലൊക്കെയാണ് അയച്ചത്. ഇപ്പോൾ നടി അന്ന് തന്നെ ഇക്കാര്യം പറഞ്ഞതും പിന്നീട് ചെന്നതും ജോഷി ജോസഫ് എന്ന ഡോക്യുമെന്ററി സംവിധായകന്റെ മുന്നിലേക്കാണ്. ജോഷി ജോസഫ് ഇക്കാര്യത്തിൽ നടിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മൊഴിയെടുപ്പുമായി സഹകരിക്കുകയാണോ? ജോഷി ജോസഫുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ് അർജുൻ? സുജിയ, അത്തരത്തിൽ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഡോക്യുമെന്ററി സംവിധായകൻ കൂടിയായ ജോഷി ജോസഫിന്റെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി തമ്മനത്തുള്ള വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവം നടന്നത് 2009 പാലേരി മാണിക്യം എന്ന സിനിമയുടെ ചർച്ചകൾക്ക് വേണ്ടിയാണ് ബംഗാളി നടിയെ സംവിധായകൻ രഞ്ജിത്ത് കൊച്ചിയിലേക്ക് ക്ഷണിച്ചത്. അതിനുശേഷം കൊച്ചിയിൽ വെച്ച് കടവന്ത്രയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി, സിനിമാ ചർച്ചകൾക്ക് എന്ന പേരിൽ വിളിച്ചു വരുത്തിയും അതിനുശേഷം അവിടെ വെച്ച് ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതാണ് പരാതി. ഈ പരാതിയിലാണ് പിന്നീട് നോർത്ത് പോലീസ് കേസെടുത്തത്. IPC 354 പ്രകാരമാണ് കേസെടുത്തത്. ഈ സംഭവം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ നടി ഇക്കാര്യം വെളിപ്പെടുത്തിയത് സുഹൃത്തു കൂടിയായ ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോടാണ്. അതിനുശേഷം ജോഷി ജോസഫിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ നടി ബംഗാളിലേക്ക് തിരിച്ചു പോകുന്നതും. വർഷങ്ങൾക്ക് ശേഷം ഈ സംഭവം അവർ മാധ്യമങ്ങളിലൂടെ പുറത്ത് പറയുകയായിരുന്നു. എന്തായാലും അതിന് പിന്നാലെ അവർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ഈ പരാതിയിൽ ഉടൻ തന്നെ കേസെടുക്കുകയും അതിനുശേഷം ഈ പ്രത്യേക അന്വേഷണ സംഘം, സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കുകയുമായിരുന്നു. ഈ നടിയുടെ രഹസ്യമൊഴി എടുക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ജോഷി ജോസഫിന്റെ മൊഴി നിർണായകമായ ഒരു സാക്ഷിമൊഴിയായി തന്നെ രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. അതേസമയം രഞ്ജിത്ത് ഇതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ആരോപണം വന്നതിന് പിന്നാലെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ചത്. രഞ്ജിത്ത് ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഏറ്റവും നിർണായകമായൊരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത്